വാട്സപ്പിലൂടെ ലഭിച്ച ഒരു ചോദ്യമാണ്. തിരുമേനി, ഞാൻ വലിയൊരു ഭക്തയാണ്. അമ്പലങ്ങളിൽ പോയി ചരട് കയ്യിൽ ജപിച്ച് കെട്ടാറുണ്ട്. പക്ഷെ എൻ്റെ ഭർത്താവ് ഇതിനെ വലിയ പേടിയാണ്. രാത്രി സമയത്ത് ശാരീരിക ബന്ധത്തിന് മുമ്പ് ഈ ചരട് അഴിച്ചു കളയണമെന്ന് അദ്ദേഹം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും എനിക്ക് കയ്യിൽ ജപിച്ച് കെട്ടുന്ന ചരട് 1-2 ദിവസം മാത്രമേ കിടക്കാറുള്ളൂ. അദ്ദേഹം നിർബന്ധപൂർവം അത് അഴിച്ചു മാറ്റാറുണ്ട്. അദ്ദേഹത്തിന് അതിന്മേൽ വളരെ പേടിയാണ്. അങ്ങനെ കെട്ടിക്കൊണ്ട് ശാരീരികമായ വീഴ്ചയിൽ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ശരിയാണോ? ഇതേക്കുറിച്ച് പറയാമോ? അമ്പലങ്ങളിൽ നിന്നും പൂജാസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് കയ്യിൽ ചരട് ജപിച്ച് കെട്ടാറുണ്ട്. അത് താൽക്കാലികമായിട്ടുള്ള ഒരു മാന്ത്രിക ബന്ധനാണ്. നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ചില ദുർദേവത സ്ഥാനങ്ങൾ വരിക, ചില ഗ്രഹശാന്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ വിവിധങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് ചരട് ജപിച്ച് കെട്ടാറുണ്ട്. ഈ ചരട് ജപിച്ച് കെട്ടുമ്പോൾ ചിലപ്പോൾ മാത്രം ചിലർ പറയാറുണ്ട് 3 ദിവസത്തേക്ക് 5 ദിവസത്തേക്ക് ശാരീരിക ബന്ധം പാടില്ല, ചിലപ്പോൾ മത്സ്യമാംസാൽ കഴിക്കരുത് എന്നൊക്കെ വളരെ അപൂർവത്തിൽ മാത്രമായിട്ട് ചില നിബന്ധനകൾ പറയാറുണ്ട്. അല്ല വേറൊരു ഘട്ടത്തിൽ അത് പറയാറില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ചരട് ജപിച്ച് കെട്ടി എന്ന് പറഞ്ഞ് നമ്മുടെ ജീവാത്മാവിന് കൂടുതൽ എനർജി കൊടുക്കുക, ഊർജം കൊടുക്കുക എന്നതിലുപരി ഇത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. കാര്യം ഒരു പെൺകുട്ടിക്ക് ആർത്തവകാലം ഉണ്ടായാൽ ഉടനെ ഇത് ചരടഴിച്ച് കളയണമെന്നോ അവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചരട് അഴിച്ചു കളയണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. കാര്യം ഇത് നമ്മുടെ പ്രാണന് കൂടുതൽ ബലം കൊടുക്കുകയും ദുഷ്ടശക്തികളിൽ നിന്ന്, നെഗറ്റീവുകളിൽ നിന്ന് നമ്മളെ തടയുക മാത്രമാണ് ഉദ്ദേശം. അല്ലാതെ നമ്മുടെ ശരീരത്തെ ദേവതാ ശരീരമാക്കി മാറ്റുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചരട് ജപിച്ച് കെട്ടിക്കൊണ്ട് ലൈംഗിക വീഴ്ച ആകാം. അവർക്ക് ആർത്തവകാലമാണെങ്കിൽ ഇത് അഴിച്ച് മാറ്റേണ്ടതില്ല. അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ ഭർത്താവ് ഇങ്ങനെ അനാവശ്യമായിട്ട് പേടിക്കുകയാണ് ഇതിന്മേല്. അങ്ങനെ ദോഷമൊന്നുമില്ല കേട്ടോ. അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട. ഈ ഒരു വീഡിയോ അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കും. അദ്ദേഹത്തിന്റെ ആ സംശയം മാറി കിട്ടും. ചരട് ജപിച്ച് കെട്ടി എന്ന് പറഞ്ഞാൽ ആ ജപിച്ച് തന്ന ആള് എന്തെങ്കിലും അങ്ങനെ നിർബന്ധപൂർവമായിട്ട് നിബന്ധനയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേക കൊടിയ പരമായിട്ടുള്ള ആഭിചാരമൊക്കെ ഏൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബോഡി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് 1-2 ദിവസത്തേക്ക് ചിലപ്പോൾ ചില മന്ത്രവാദ ക്രിയകൾക്ക് മുന്നിൽ, താന്ത്രിക ക്രിയകൾക്ക് മുന്നിലൊക്കെ ആരെങ്കിലും ഏതെങ്കിലും കർമ്മിമാർ ചിലപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ മാത്രം നിങ്ങൾ അത് ചെയ്യാതിരുന്നാൽ മതി. അത് ക്ഷേത്രത്തിൽ നിന്നൊക്കെ നിങ്ങൾ ജപിച്ച് കെട്ടുന്ന ഇത്തരം ചരടുകൾ കെട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ലൈംഗിക വീഴ്ചയൊക്കെ ആവാം. നിങ്ങളുടെ ജീവിത കർമ്മങ്ങളാണ് അത്. ലൈംഗിക വീഴ്ച എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുക, സന്താനോൽപാദനം, അവരുടെ രതിക്രീഡ, ഇതെല്ലാം ആ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ദൈവത്തിന് എതിരായിട്ടുള്ള കാര്യമൊന്നുമില്ല. അങ്ങനെയൊന്നും ധരിച്ചു വെക്കേണ്ടതില്ല കേട്ടോ.